ആലോചിക്കേണ്ടത് വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്യാണ്ടാണ് എക്സ്പോസ് ഫാക്ടർ റിസർച്ച് നടക്കുന്നത്. അപ്പൊ അതിനൊരു ക്വാസി എക്സ്പെരിമെന്റൽ നേച്ചർ ഉണ്ട്. കാരണം സബ്ജക്ട്സ് ഓഫ് റിസർച്ച് ഭയങ്കര റാൻഡംലി അസൈൻഡ് അല്ല. ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പുകൾ എടുത്തിട്ടാണ് അത് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ക്വാസി എക്സ്പെരിമെന്റൽ നേച്ചർ ഉണ്ട്. പക്ഷെ എക്സ്പെരിമെന്റൽ റിസർച്ചേ അല്ല. കാരണം എന്താണ്? മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ് ഇല്ല. അപ്പൊ ആ ഭാഗം ഫോക്കസ് ചെയ്യുക. കാരണം അതിന്റെ ബേസിൽ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. സോ വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്യാതെ എക്സ്പെരിമെന്റ് ഡിസൈനും അല്ലാത്ത ഒരു സാധനമാണ്. കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ട്, പക്ഷെ അത് ഇൻഫേർഡ് ആണ്. മാനിപ്പുലേഷൻ കാരണം നമ്മൾ വരുത്തുന്നതല്ല. ഓക്കെ, സോ അതാണ് എക്സ്പോസ് ഫാക്ടർ റിസർച്ച്. കോസൽ കമ്പാരിറ്റീവ് റിസർച്ച് എന്ന് ആലോചിക്കാം. അടുത്തത് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സും ഉണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പഴയ ഡാറ്റയും, അതായത് സിസ്റ്റമാറ്റിക് കളക്ഷൻ, പ്രസന്റ് പാസ്റ്റ് ഇവന്റ്സിന്റെ സിറ്റുവേഷൻസ്, ഫിനോമിന ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി, അതിന്റെ കോസസ്, എഫക്ട്സ്, പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പണ്ടത്തെ ആർക്കൈവൽ ഡാറ്റ, റെലിക്സ്, പ്രൈമറി സോഴ്സസ്, സെക്കൻഡറി സോഴ്സസ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ്, ആർട്ടിഫാക്ട്സ് എല്ലാം പഠിച്ചിട്ട് പിന്നെ നമ്മൾ പഴയ ഇൻവെന്റ്സും അതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് അതിനനുസരിച്ച് അനലൈസ് ചെയ്തിട്ടൊക്കെ. പക്ഷെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടത് എസ്പെഷ്യലി ജനറൽ പേപ്പറിൽ റെലിക്കിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആർക്കൈവൽ ഡാറ്റേനെ റിലേറ്റ്. അപ്പൊ ഇതിലോരോ വാക്കുകൾ ഉണ്ടല്ലോ, അത് പിടിച്ചിട്ടാണ് അവർ പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതേ വാക്കുകൾ, അതായത് ഡോക്യുമെന്റ്സ്, റെക്കോർഡ്സ്, ആർട്ടിഫാക്ട്സ്, ആർക്കൈവൽ ഡേറ്റ, അങ്ങനത്തെ ഉള്ള വാക്കുകൾ പിടിച്ചവര് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതെപ്പോഴും റിലേറ്റഡ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലേക്കാണെന്ന് ഉള്ളൊരു കാര്യം. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്തായിരിക്കും എന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഉണ്ടാവാം. ഹിസ്റ്റോറിക്കൽ റിസർച്ച് കേൾക്കുന്ന പോലെ തന്നെ പാസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോ ഇത് അഡ്വാൻറ്റേജസ് ബിക്കോസ് മെനി സോഷ്യോ എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറീസ്. ഈ ഭാഗം ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അങ്ങനെ. സോഷ്യോ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ തിയറീസ് അതൊക്കെ മനസ്സിലാക്കാനും പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ഇതിൽ മനസ്സിലാക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയ റിസർച്ച് ആണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഇതിലിപ്പോ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ഡെഫിനിഷൻസും സ്ട്രേറ്റ് ബുക്കിൽ നിന്നുള്ള റിസർച്ച് ഡെഫിനിഷൻസും അങ്ങനത്തെ ഒന്നല്ല. ഉണ്ട്, അതില്ലായകയില്ല. ഗൈഡിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പക്ഷെ കുറെ ഒക്കെ ഉള്ള വാക്കുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻസിനെ തന്നെ കണ്ട ബേസിസിൽ തന്നെയാണ്. അടുത്തത് അനലിറ്റിക്കൽ റിസർച്ച്. അധികം കണ്ടുവന്നിട്ടില്ല. അനലിറ്റിക്കൽ റിസർച്ച് ഓപ്ഷൻസിൽ പോലും ഞാൻ അനലിറ്റിക്കൽ റിസർച്ച് അങ്ങനെ കാണാറില്ല. പക്ഷെ ഇത്തവണ മാറാം. അപ്പൊ നമുക്കൊന്ന് കവർ ചെയ്യാം. അപ്പോ അനലൈസിങ് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ ഓർ ഡേറ്റയാണ് ടു അണ്ടർസ്റ്റാൻഡ് അണ്ടർലൈൻ കോസസ്, റിലേഷൻസ്, പാറ്റേൺസ്. അതായത് മെറ്റീരിയലിലെ ക്രിറ്റിക്കൽ ഇവാലുവേഷൻ, ക്രിറ്റിക്കൽ അനലൈസ് ചെയ്യലാണ് അനലിറ്റിക്കൽ റിസർച്ച്. പുതിയ ഡാറ്റ ഒന്നും ഗ്യാദർ ചെയ്യോ അങ്ങനെയൊന്നല്ല. ഇപ്പൊ എക്സിസ്റ്റിംഗ് ഡാറ്റ ഭയങ്കര സിസ്റ്റമാറ്റിക്കലി, ഭയങ്കര ലോജിക്കലി ചെയ്യാണ്. അപ്പോൾ സോഷ്യൽ സയൻസസിൽ എസ്പെഷ്യലി നമ്മൾ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് മനസ്സിലാക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അനലിറ്റിക്കൽ റിസർച്ച്. സർവേ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ടൂളുകൾ, അതായത് ക്വസ്റ്റ്യനെയർസ്, ഇന്റർവ്യൂസ്, ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ലാർജ് ഒരു പോപ്പുലേഷന് നമുക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റണം. അതാണ് സർവേ സ്റ്റഡീസ്. കേൾക്കുന്ന പോലെ തന്നെ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യനിങ് ആണ്. അപ്പോ ബാക്കിയുള്ളതൊക്കെ ഓക്കെ, ഫ്രീക്വൻസീസ്, പെർസെൻറ്റേജ്, ആവറേജസിലൊക്കെയാണ് ഇതിന്റെ ഉത്തരങ്ങൾ പുറത്തു വരാം. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് വരും. അതായത് അതിൻ്റെ ഇത് വരുമ്പോൾ മീൻ, മീഡിയൻ എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പൊ മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ രണ്ട് ടേബിളുകൾ തമ്മിലുള്ള ക്രോസ് ടാബുലേഷൻ, അപ്പൊ അതിന് കിട്ടുന്ന റിസൾട്ടുകൾ, ഇതൊക്കെയാണ് സർവേ സ്റ്റഡീസിലൂടെ പുറത്തു വരും. ഇപ്പൊ സാധാരണ ഒരു സർവേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എങ്ങനെയാ പുറത്തു വരും? ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് റിപ്പോർട്ടൊക്കെ കണ്ടില്ല, ഡയഗ്രാമിലൊക്കെ വരാൻ പറ്റുന്നത്, അതാണ് ഇതിലൂടെ വരുന്നത്. ഇപ്പൊ ബേസിക് ഡെമോഗ്രാഫിക്, ഇപ്പൊ എത്ര ആൾക്കാർക്ക് എന്ത് പ്രായമാണ്, ഈ ആൾക്കാർക്ക് മെയിൽ ഫീമെയിൽ എത്രയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സർവേ സ്റ്റഡീസിലൂടെയാണ്. അപ്പൊ റിസർച്ചർ കളക്ട് ചെയ്യുന്ന ഡാറ്റ എപ്പോഴും പർപ്പസ് ഓഫ് ദി സർവേ അനുസരിച്ച്, സർവേ എന്തിനെ പറ്റിയാണോ അതിനെ പറ്റിയാണ് ഇത് വരുന്നത്. ഓക്കെ, അടുത്തത് ഒറ്റ സെക്കൻഡ്, എന്റെ ഡാറ്റ ഒരു ഇഷ്യൂ ഉണ്ട്. 1 സെക്കൻഡ്. ഓക്കെ, സോ കോറിലേഷണൽ സ്റ്റഡീസ്. കോറിലേഷണൽ സ്റ്റഡിയിൽ മനസ്സിലാക്കേണ്ടത് രണ്ടിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള
റിലേഷൻഷിപ്പ് ആണ് ഇത് നോക്കുന്നത്. അതായത് എന്ത് ഡിഗ്രിയിലാണ് ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് നോക്കുന്നതാണ് കോറിലേഷണൽ സ്റ്റഡി. അപ്പൊ കോറിലേഷണൽ സ്റ്റഡിയോ അതായത് ആ കോറിലേഷണൽ റിസർച്ചിലോ ഇവര് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ എന്ത് ലെവൽ ഓഫ് റിലേഷൻഷിപ്പ് ആണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒട്ടും റിലേഷൻഷിപ്പ് ഇല്ലേ എന്നാണ് നമ്മൾ കോറിലേഷണൽ സ്റ്റഡിയിൽ നോക്കുന്നത്. അതാണ് കോറിലേഷണൽ സ്റ്റഡി ആണ് മോസ്റ്റ്ലി നമ്മളിപ്പോ കാണാറ്. നമ്മുടെ PG ലെവലിലൊക്കെ നമ്മൾ ഡെസർട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി കോറിലേഷൻ അറ്റ്ലീസ്റ്റ് സോഷ്യൽ സയൻസസിൽ കണ്ടുവരുന്നതാണ് കോറിലേഷൻ. ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, ഈ ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോറിലേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു, ഇതിൽ എന്താ കാണിക്കാത്തതെന്ന് അറിയില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകും. കോറിലേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ. കോറിലേഷനും കോസേഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സാധനം കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഇപ്പൊ ആക്കഡമിക് സ്ട്രെസ് കാരണം ആണ് അല്ലെങ്കിൽ സ്ട്രെസ് കാരണമാണ് ആക്കഡമിക് പെർഫോമൻസ് താഴത്തേക്ക് പോകുന്നതെന്ന് നമ്മൾ പറയാണ്. പക്ഷെ വേറെ ഫാക്ടേഴ്സ് ഉണ്ടാവാം. അതായത് അപ്പോൾ സ്ട്രെസ് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, സ്ട്രെസ് കാരണം തന്നെ ആയിരിക്കും ആക്കഡമിക് ഇത് പോകുന്നത്, താഴത്തേക്ക് പോകുന്നത്. പക്ഷെ വേറെ ഫാക്ടേഴ്സും ഉണ്ടാവാം. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കോറിലേഷനും കോസേഷനും ഒന്നല്ല എന്നുള്ളൊരു കാര്യം. റിസർച്ചിൽ മാത്രമല്ല, ഇവൻ ഫ്രം നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ കോറിലേഷനും കോസേഷനും തമ്മിൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചിലപ്പോ കോറിലേഷൻ ഇസ് ദ സെയിം ആസ് കോസേഷൻ, അല്ലെങ്കിൽ കോസേഷൻ ഇഫ് ദർ ഇസ് കോസേഷൻ then there is correlation എന്നൊക്കെ പറഞ്ഞാൽ മാറ്റി മാറ്റി തരാം. അപ്പൊ നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. കോറിലേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം നോക്കേണ്ടത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. ചിലപ്പോൾ പിയർസൺസ് കോഎഫിഷ്യന്റ് എന്ന് പറയും, അല്ലെങ്കിൽ പിയർസൺസ് കോറിലേഷൻ എന്ന് പറയും, R എന്ന് പറയും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ കോറിലേഷൻ റിലേറ്റഡ് ആണ്. അപ്പൊ R, പിയർസൺസ് കോഎഫിഷ്യന്റ്, പിയർസൺസ് കോറിലേഷൻ. നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതണമെങ്കിൽ ഈ വാക്കുകൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിലും ഇങ്ങനത്തെ വാക്കുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഇത് കോറിലേഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഓക്കെ, അപ്പൊ കോറിലേഷനിൽ 3 ടൈപ്പ് ആണുള്ളത്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ. പോസിറ്റീവ് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 2 വേരിയബിൾസും ഒരേ ഡയറക്ഷനിലേക്കാണ് ഈ കോറിലേഷനിൽ. അതായത് ഇപ്പൊ ടോളർ ആൾക്കാർക്ക് ഹൈറ്റ് കൂടുതലാണ്, അല്ല ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് വെയിറ്റും കൂടുതലാണെന്ന് നമ്മൾ പറയണം, ഹൈറ്റ് ആൻഡ് വെയിറ്റ്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് കോറിലേഷന്റെ റേഞ്ച് യൂഷ്വലി 0 to +1 ആണ്. പോസിറ്റീവ് അല്ല, അപ്പൊ 0 to +1 ആണ്. മോസ്റ്റ്ലി ഇപ്പൊ ആ വാല്യൂ നോക്കേണ്ട 0.78 എന്നുള്ള വാല്യൂ നമ്മൾ മനസ്സിൽ വെക്കാം. അതാണ് നമ്മൾ ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്കലി ഉപയോഗിക്കുന്ന വാല്യൂ. ചിലപ്പോൾ അത് എവിടെയെങ്കിലും അഗൈൻ വരാൻ ചാൻസ് ഉണ്ടാവാം. അടുത്തതാണ് നെഗറ്റീവ് കോറിലേഷൻ. അതായത് ഒരു വേരിയബിൾ ഒരു ഡയറക്ഷനിലേക്കാണ്, മറ്റേ വേരിയബിൾ മറ്റേ ഡയറക്ഷനിലേക്കാണ്. ഞാൻ നിങ്ങൾക്ക് ഈ മറ്റേ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം നെക്സ്റ്റ് സ്ലൈഡിൽ. ബേസിക്കലി നമ്മൾ TV കാണുന്ന അത്രയും അവേഴ്സ് കൂടും തോറും നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് താഴത്തേക്ക് പോകുന്നു. അതൊരു നെഗറ്റീവ് കോറിലേഷൻ ആണ്. അതായത് 2 ഡയറക്ഷനിലേക്കാണ് വേരിയബിൾ പോകുന്നത്. 2 ആരോ ആയിട്ട് ആലോചിച്ചാൽ മതി. രണ്ടും ഒരേ സ്ഥലത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആണ്, ഒരെണ്ണം മുകളിലേക്ക് ഒരെണ്ണം താഴത്തേക്ക് പോകുമ്പോൾ അത് നെഗറ്റീവ് ആണ്. ഇനി അങ്ങനെ ഒരു ബന്ധം ഇല്ല എന്ന് വെക്കാം. ഇപ്പൊ ഷൂ സൈസും ഇന്റലിജൻസും, ഷൂ സൈസ് വലുതായതുകൊണ്ട് ഇന്റലിജൻസ് കൂടുതലാണെന്ന് പറയാൻ അങ്ങനെ റിലേഷൻഷിപ്പേ ഇല്ലല്ലോ. അതൊരിക്കലും പ്രൂവ്ഡും അല്ല, അതില്ല. അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പേ ഇല്ലാത്തടത്ത് കോറിലേഷൻ കോഎഫിഷ്യന്റ് അഥവാ R അത് 0 ആണ്. അപ്പൊ അതിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പും ഇല്ല. പോസിറ്റീവ് നെഗറ്റീവ് സീറോ കോറിലേഷൻ, ഇത് ഓർത്ത് വെക്കുക. വെരി യൂസ്ഫുൾ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ മാത്രമല്ല, ഇൻ ജനറൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് JRF-ഉം നെറ്റും ഒക്കെ പെർസ്യൂ ചെയ്യുന്നവർക്ക് വെരി യൂസ്ഫുൾ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ കണ്ടില്ലേ? സീറോ കോറിലേഷൻ വരുമ്പോ അങ്ങനെ ഒരു ലീനിയർ സംഭവമേ ഇല്ല, എന്തൊരു ലീനിയർ റിലേഷൻഷിപ്പേ ഇല്ല. അപ്പൊ ജസ്റ്റ് സ്കാറ്റേർഡ് വേരിയബിൾസ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വരുത്താൻ വേണ്ടിയാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ടപ്പോ എല്ലാം കൂടെ ഉള്ള ഒരു ടേബിൾ ആണ്. ഇതിൽ ഉള്ള വാക്കുകൾ ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ക്രിപ്റ്റീവില് തന്നെ 3 ടൈപ്പ്. ഇതിപ്പോ ഞാൻ ഈ ഇടയ്ക്ക് ആക്ച്വലി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായില്ല, ഞാൻ റീസെന്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ അതില് ക്രോസ് സെക്ഷണൽ, ലോഞ്ചിറ്റ്യൂണൽ, ഇവൻ കോഹോർട്ട് സ്റ്റഡി. ക്രോസ് സെക്ഷണൽ ലോഞ്ചിറ്റ്യൂണലും ഉണ്ട്. കോഹോർട്ട് സ്റ്റഡി ഒരു ടൈപ്പ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡിയാണ്.
യൂഷ്വലി നെറ്റില് ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിന് അപ്പുറം ചോദിക്കില്ലായിരുന്നു. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ റെപ്പിറ്റേഷൻ ഉണ്ടായി. ഇപ്പൊ വരുന്ന റീസെന്റ് പേപ്പേഴ്സിൽ കാണുന്നത് എന്താന്ന് വെച്ചാൽ ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡി ഉണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡീനെ പറ്റി എന്തുണ്ടെങ്കിലും ഇറ്റ്സ് അതിന് അടിയിൽ വരുന്നത്. അപ്പൊ നമുക്ക് പഠിച്ച് തീരില്ല. അപ്പൊ ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ കോഹോർട്ട് സ്റ്റഡീനെ കുറിച്ച് ആരും ആലോചിക്കില്ല, പക്ഷെ അത് ഓൾറെഡി ഓപ്ഷൻസിൽ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്ന് നോക്കിയേക്കാം. ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റ് ഇൻ ടൈമിൽ ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ്. അപ്പൊ ആ പർട്ടിക്കുലർ ഒരു പോപ്പുലേഷന്റെ ഡാറ്റ നമ്മൾ ഒറ്റൊരു സമയത്ത്, ഇപ്പൊ നമ്മൾ സാധാ ചെയ്യുന്ന റിസർച്ച് മോസ്റ്റ്ലി അങ്ങനെയാണ്. സോഷ്യൽ സയൻസസിൽ എനിക്ക് സോഷ്യൽ സയൻസിന്റെ കാര്യം അറിയുള്ളൂ. അപ്പൊ നമ്മൾ ഒറ്റൊരു ദിവസം അല്ലെങ്കിൽ ഒറ്റൊരു സമയത്ത് നമ്മൾ നമ്മുടെ പോപ്പുലേഷനിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതാണ് ക്രോസ് സെക്ഷണൽ സ്റ്റഡി. അതായത് അപ്പോൾ ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒപ്പീനിയൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ നോക്കുകയാണ്. അതായത് കുറച്ച് ചേഞ്ചസ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ട്രെൻഡ്സ് മനസ്സിലാക്കാൻ, അതായത് ആ ചേഞ്ച് ഓവർ ടൈം, ഓവർ പ്രോഗ്രഷൻ വന്നതോടെ അങ്ങനെ ഒരേ ഫാക്ടറിനെ കുറെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇപ്പൊ ഒരേ കമ്മ്യൂണിറ്റിയുടെ പിന്നെയും ഇപ്പൊ ഒരു 5 വർഷത്തില് അല്ലെങ്കിൽ 2 വർഷത്തില് 3 വർഷത്തില് നമ്മൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, എന്താ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് മാറുന്നേ എന്ന് നോക്കാൻ വേണ്ടിയുള്ള സ്റ്റഡി ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡിയാണ്. ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡി യൂഷ്വലി ലോങ് ടേം സ്റ്റഡിയാണ്. ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡിക്കൊക്കെ വേണ്ടി ഇപ്പൊ ICSSR ഒക്കെ വിളിച്ചിട്ടുണ്ട് 5 ഇയർ ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 10 ഇയർ 12 ഇയർ ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡീസ് ഉണ്ട്. ഒരു ലോങ് ടൈമിൽ ട്രെൻഡ്സ് മനസ്സിലാക്കാനുള്ളതാണ്. കൊഹോർട്ട് സ്റ്റഡി. കൊഹോർട്ട് സ്റ്റഡി ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് അല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി പോലെ തന്നെയാണ്. പക്ഷെ ഇതിലൊരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് ഉള്ള, അതായത് ചിലപ്പോൾ ഇപ്പൊ സയൻസ് എടുക്കാൻ നോക്കാം, അപ്പൊ ഒരേ ഇഞ്ചക്ഷൻ കുത്തി അല്ലെങ്കിൽ ഒരേ മെഡിസിൻ എടുക്കുന്ന ആൾക്കാരുടെ ഓവർ ടൈം, ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഇവരുടെ ഹെൽത്ത് നോക്കുവാണ്. അല്ലെങ്കിൽ ഇപ്പൊ COVID-19 പിടിച്ചവരുടെ ഫസ്റ്റ് ഇയർ, തേർഡ് ഇയർ, ഫിഫ്ത് ഇയർ, 10th ഇയർ, അപ്പൊ ഇവരെ എല്ലാ വർഷവും ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ ടൈം പീരീഡിലും സ്പെസിഫൈഡ് ടൈം പീരീഡിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക, എന്താണ് ഒരു ഔട്ട്കം, എന്താണ് ബിഹേവിയേഴ്സ്, എന്താണ് ഡെവലപ്മെന്റ്, അത് നോക്കാൻ വേണ്ടിയാണ് കൊഹോർട്ട് സ്റ്റഡി. ഇത് മൂന്നും ഇപ്പോ ഞാൻ റീസെന്റ് കണ്ടിട്ടുണ്ട് പേപ്പേഴ്സിൽ. അപ്പൊ നിങ്ങളത് നോക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജനറൽ പേപ്പർ മാത്രമായിരിക്കും നോക്കിയിട്ടുണ്ടാവുക, നിങ്ങളുടെ സ്വന്തം സബ്ജക്റ്റിന്റെ ജനറൽ പേപ്പർ. കുറെ സബ്ജക്റ്റുകളുണ്ട്, കുറെ ജനറൽ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും കവർ ചെയ്യുക. അപ്പോ ഇതാണ് 3 ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് കഴിഞ്ഞു. ഡിസ്ക്രിപ്റ്റീവ് ഒരു വലിയ ടോപ്പിക് ആയിരുന്നു. അത് പക്ഷെ കവർ ചെയ്യേണ്ടത് ഒരു ടോപ്പിക് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. അടുത്തത് ഫണ്ടമെന്റൽ റിസർച്ച് അഥവാ ബേസിക് ഓർ പ്യുവർ റിസർച്ച്. ഈ 2 വാക്കുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം മുന്നത്തെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് അയ്യോ എന്താ ബേസിക് റിസർച്ച് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും ഒന്നാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കുക. ഫണ്ടമെന്റൽ, ബേസിക്, പ്യുവർ, ഇത് മൂന്നും ഒരേ റിസർച്ചിനെ പറ്റിയാണ്. അതായത് തിയറി ഡെവലപ്മെന്റ് ആണ് ബേസിക്കലി. നമ്മുടെ എല്ലാത്തിന്റെ ബേസിസ് ഫോം ചെയ്യുന്ന ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. അപ്പൊ പുതിയ നോളേജ്, തിയറി ഒക്കെ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നോളേജിലേക്ക് ആഡ് ചെയ്യുന്ന ബേസിക് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഫണ്ടമെന്റൽ റിസർച്ച്. അപ്പം ഇതാണ് അപ്ലൈഡ് റിസർച്ച് വരുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റിസർച്ച് വരുമ്പോൾ ഒക്കെ ഇതിന്റെ ബേസിസിലാണ് അത് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഫണ്ടമെന്റൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ റിസർച്ച് ആണ്. ഇത് ഇൻഡക്റ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ്. ഇൻഡക്റ്റീവ് ആണെന്നുള്ള വാക്കുകളൊക്കെ ഓർക്കുക. ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് എന്നൊക്കെ വാക്കുകൾ നിങ്ങൾ കാണും. ഇപ്പൊ നിങ്ങൾക്ക് അത് ഫുൾ ആയിട്ട് എന്താണെന്ന് ഓർത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് എന്തായിട്ട് റിലേറ്റഡ് എന്നുള്ള കാര്യം നോക്കുക. കാരണം ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആയിട്ട് ഇപ്പൊ ഫണ്ടമെന്റൽ റിസർച്ചിന്റെ എന്താണെന്ന് പറഞ്ഞില്ല, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ വരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അസസ് ആൻഡ് റീസണിങ്ങിൽ വരായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇൻഡക്റ്റീവ് ആണ് ഇൻ നേച്ചർ. ഇൻഡക്റ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് അത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കവർ ചെയ്യാം. ആക്ച്വലി നിങ്ങൾ ഇൻഡക്റ്റീവ് ആണെന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ, ഒരു കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരു സ്പെസിഫിക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം, പ്രാക്ടിക്കൽ റിസർച്ച് എന്ന് ഇതിനെ വിളിക്കാം. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് ആണ്. അപ്പൊ എങ്ങനെ നമ്മുടെ നോളേജ് അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് തിയറി കിട്ടുന്നത് എവിടെന്നാ? നമ്മുടെ ബേസിക് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ബേസ്ഡ് റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ എങ്ങനെ എക്സിസ്റ്റിംഗ് തിയറി വെച്ചിട്ട് നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാം അല്ലെങ്കിൽ റിയൽ വേൾഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം,
അൾട്ടിമേറ്റ് ഗോൾ എപ്പോഴും ഹ്യൂമൻ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാണ്, ഡിഡക്റ്റീവ് ആണ് നേച്ചർ. അതായത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഡിഡ്യൂസ് ചെയ്യാണ് അതിന്റെ എന്ത് സൊല്യൂഷനാ വരണം. നമ്മുടെ ഈ തിയറി മൊത്തം ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഡിഡ്യൂസ് ചെയ്യാണ് നമുക്ക് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത്. അപ്പൊ ഇൻഡക്റ്റീവ് എന്തായിരിക്കും? ഇൻഡക്റ്റീവ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മള് ഉള്ള ഒരു തിയറി വെച്ചിട്ടാണ് ബാക്കി എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇറ്റ് കൻ ബി യൂസ്ഡ് ഇൻ പോളിസി ഫോർമുലേഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനോമിനൻ. ഈ ലാസ്റ്റ് ലൈനുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വെറും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ റീസെന്റ് ഒരു പോളിസി മേക്കർ, കപ്പിൾ ഓഫ് പോളിസി മേക്കേഴ്സ് വർക്ക് ഓൺ കമ്മ്യൂണിറ്റി ലെവൽ പോളിസി, വാട്ട് കൈൻഡ് ഓഫ് റിസർച്ച് വിൽ ദേ ബി യൂസിങ് എന്നും പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻസ് തരും. അപ്പൊ നമുക്ക് കുറെ അപ്ലൈഡ് റിസർച്ച് ആവാം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ എക്സാമ്പിൾസ് എഴുതിയിരിക്കുന്നത്. അടുത്തത് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഒരു അണ്ടർ റിസർച്ച്ഡ് ആയ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൂ. അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഒട്ടും ക്ലിയർ അല്ലാത്തൊരു പ്രോബ്ലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. എന്തിന്? ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് യൂഷ്വലി ചെയ്യുന്നത് ഫീൽഡിൽ നമുക്ക് അതിനെപ്പറ്റി വലിയ ഇൻഫർമേഷൻ ഒന്നുമില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അത് പോസിബിൾ ആയിട്ടുള്ള ഫീൽഡ് ആണോ എന്ന് നോക്കുന്നത് തന്നെ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ചെയ്തിട്ടാണ്. അപ്പൊ ക്വാളിറ്റേറ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി, എസ്പെഷ്യലി പുതിയൊരു ഏരിയ ആണ്, എക്സ്പ്ലോറേറ്ററി സ്റ്റഡിയാണ് ഏറ്റവും നല്ലത്. കാരണം ആ ഫുള്ള് ഫീൽഡ് നമുക്ക് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഉണ്ടോ അവിടെ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ചെയ്യുന്നത്. അപ്പൊ വെറുതെ ഇൻസൈറ്റ് കളക്ട് ചെയ്യാണ്. ഇൻസൈറ്റ് കളക്ട് ചെയ്താലും നമുക്ക് ഫെർദർ എന്ത് റിസർച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എക്സ്പ്ലോറേറ്ററി. അപ്പോ ഹൈപ്പോത്തീസിസ് ഡെവലപ്പ് ചെയ്യാൻ, അഡീഷണൽ ഇൻസൈറ്റ്സ് കിട്ടാൻ, അതൊക്കെ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആണ് എക്സ്പ്ലോറേറ്ററി. അങ്ങനെ ക്വസ്റ്റ്യൻസിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോറേറ്ററി കണ്ടിട്ടില്ല. എക്സ്പ്ലനേറ്ററി അഥവാ കോസൽ റിസർച്ച്. അപ്പോൾ ഇതിനെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവും കോസലും തമ്മിലുള്ള, ഡിസ്ക്രിപ്റ്റീവും എക്സ്പ്ലനേറ്ററിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇതിൽ എക്സ്പ്ലനേറ്ററിയിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതിനു മുന്നേ റിസർച്ച് ചെയ്യാത്ത പ്രോബ്ലംസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ട് ഒരു വൈ സർട്ടൻ ഇവന്റ്സ് ഒക്കെ. മറ്റേത് വാട്ട് ഈസ് എന്നായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് എപ്പോഴും ആൻസർ ചെയ്യുന്നത് വാട്ട് ഈസ് ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കാണ് വാട്ട് ഈസ് പോവേർട്ടി എന്നറിയണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. പക്ഷെ വൈ ഡസ് പോവേർട്ടി ഒക്കർ എന്ന് വരണമെങ്കിൽ നമുക്ക് എക്സ്പ്ലനേറ്ററി റിസർച്ച് ആണ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണ് നമ്മൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന്. അപ്പൊ ഇതിന് എക്സ്പെരിമെന്റലും ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് വേറെ എത്ര മാർഗങ്ങൾ യൂസ് ചെയ്യണമല്ലോ. ഇപ്പൊ സയൻസ് ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടാവും, സോഷ്യൽ സയൻസസ് ഉണ്ടാകും, ഹ്യൂമാനിറ്റീസ് ഉണ്ടാകും. അപ്പൊ നമ്മളതെല്ലാം കൺസിഡർ ചെയ്തിട്ട് എക്സ്പെരിമെന്റിലും ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വേരിയബിൾ മാനിപ്പുലേഷൻ, കൺട്രോൾ ഗ്രൂപ്പ്സ്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ എപ്പോഴും കൺട്രോൾ ഗ്രൂപ്പുകളും വേരിയബിൾ മാനിപ്പുലേഷൻ, വേരിയബിൾസ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. ഡിസ്ക്രിപ്റ്റീവിൽ വേറൊരു വ്യത്യാസമാണ്, അതും കൂടെ ഒരു വ്യത്യാസമാണ്. വേരിയബിൾസ് ഒട്ടും മാനിപ്പുലേഷൻ ഇല്ല, ഒരു രീതിക്ക് മാനിപ്പുലേഷൻ നമ്മൾ എങ്ങനെ കാണുന്നു അത് ചെയ്യുന്നു. എക്സ്പ്ലനേറ്ററിയിൽ എന്താണെന്ന് വെച്ചാൽ വേരിയബിൾ മാനിപ്പുലേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ വെരി സ്പെസിഫിക് തിയറീസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്പ്ലനേറ്ററി റിസർച്ച് ചെയ്യുന്നത്. കോസൽ, അതായത് എന്താണ് കോസ് എന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അടുത്തത് ഇവാലുവേഷൻ റിസർച്ച്. ഇവാലുവേഷൻ റിസർച്ച് യൂഷ്വലി പോളിസി പ്രാക്ടീസസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, എഫക്റ്റീവ് ആണോ, ഇമ്പാക്റ്റ് ഉണ്ടോ അതിന്റെ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ്. അത് യൂഷ്വലി ഇപ്പൊ എല്ലായിടത്തും കണ്ടുവരാം, എസ്പെഷ്യലി ഗവൺമെന്റ് ലെവലിലൊക്കെ അവർ ഭയങ്കരമായി ചെയ്യുന്നുണ്ട്, ഒരു ഇമ്പാക്റ്റ് നോക്കാൻ വേണ്ടി. അപ്പൊ അത് ബോത്ത് മിക്സ്ഡ് മെത്തേഡ്സിൽ ചെയ്യാം. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടോ ക്വാളിറ്റേറ്റീവ് ആയിട്ടോ മിക്സ് ആയിട്ടും ചെയ്യുന്നുണ്ട്. മിക്സ് ആയി ചെയ്താലേ നമുക്ക് മൊത്തത്തിൽ ഒരു വ്യൂ കിട്ടുള്ളൂ. ആകെ നെറ്റ് ഒരു ഇതിൽ ഞാൻ അകത്തേക്കും കണ്ടിട്ടില്ല ഇവാലുവേഷൻ റിസർച്ച്. ഓപ്ഷൻസിൽ വരാറുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസ് ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കൺസെപ്ച്വൽ റിസർച്ചും അതുപോലെ തന്നെ റിസർച്ച് ബേസ്ഡ് ഓൺ തിയറട്ടിക്കൽ ഐഡിയാസ്, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് ഓർ മോഡൽസ്. അതൊട്ടും ഡാറ്റ കളക്ഷനെ ബേസ് ചെയ്തിട്ടല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറട്ടിക്കൽ ഐഡിയാസിനൊക്കെ ബേസ് ചെയ്ത് കൺസെപ്ച്വൽ റിസർച്ച് ആണ്. ഇപ്പൊ എക്സ്പെരിമെന്റ് ഉണ്ടാവില്ല, ഫീൽഡ് വർക്ക് ഉണ്ടാവില്ല, ഡാറ്റ കളക്ഷൻ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഫിലോസഫി, പ്യുവർ സയൻസസ്, തിയറട്ടിക്കൽ എക്കണോമിക്സ്, അങ്ങനത്തെ കുറച്ച് ഫീൽഡുകൾ ഉണ്ട്. ഫിലോസഫിയിലൊക്കെ ഇനി കണ്ടുപിടിക്കാനല്ല, അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസിനെയാണ് ബിൽഡ് ചെയ്യുന്നത്.
അപ്പോൾ അതിന് പറ്റിയ റിസർച്ച് ആണ് കൺസെപ്ച്വൽ റിസർച്ച്. അഗൈൻ നെറ്റ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എംപെരിക്കൽ റിസർച്ച്, എംപെരിക്കൽ എന്നുള്ള വാക്ക് നമ്മൾ ആദ്യം തൊട്ട് കാണുന്നുണ്ട്. അപ്പൊ ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് ആൻഡ് മെഷേർഡ് ഫിനോമിന, റിയൽ വേൾഡ് ഡേറ്റനെ ബേസ് ചെയ്തിട്ടാണ് എംപെരിക്കൽ റിസർച്ച്. കുറെ ഡാറ്റ ടൈപ്സ് നിങ്ങൾക്ക് സിമിലർ ആയി തോന്നാം. നിങ്ങൾ അതിൽ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് ഉണ്ടാവുള്ളൂ. ആ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് വായിച്ചു പോകാനാണ് നിങ്ങൾക്ക് ഇത്രയും ഞാൻ ഇൻഫർമേഷൻ തരുന്നത്. ആ കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇതിന് ടെസ്റ്റ് ഹൈപ്പോത്തസിസ്, വാലിഡേറ്റ് തിയറീസ്, ജനറേറ്റ് എവിഡൻസ്, ഇതെല്ലാത്തിന്റെയും ബേസിസ് ആണ്. എല്ലാ റിസർച്ച് ആണല്ലോ, എല്ലാത്തിന്റെയും ബേസിസ് എവിഡൻസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ നോക്കുക. പിന്നെ ഡാറ്റാബേസ് റിസർച്ച് ആണ് ദാറ്റ് കംസ് അപ്പ് വിത്ത് കൺക്ലൂഷൻസ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ബി വെരിഫൈഡ് ബൈ ആൻ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെന്റ്. എംപെരിക്കൽ റിസർച്ചിന്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ അത് വെരിഫയബിൾ ആണ്. അപ്പോ അതാണ് എംപെരിക്കൽ റിസർച്ച്. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, എക്സ്പെരിമെന്റൽ ആൻഡ് കോറിലേഷണൽ. ഇത് അപ്രോച്ചസ് ആണ്. ഇത് ആക്ച്വലി ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെത്തേഡ്സിൽ തന്നെ കവർ ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവില് ന്യൂമറിക്കൽ ഡാറ്റയാണ്, ഒബ്ജക്റ്റീവ് ആണ്, മെഷറബിൾ ആണ്, സർവേ, എക്സ്പെരിമെന്റ് പോലത്തെ സാധനങ്ങളാണ്. ഓഫൻ അസോസിയേറ്റഡ് വിത്ത് പോസിറ്റിവിസ്റ്റ് പാരഡൈം. ഇതിലിപ്പോ ഈ ഫുൾ ഇതിൽ നിങ്ങൾ ആകെ ആലോചിച്ച് വെക്കേണ്ടത് അതാണ്. നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് നോട്ട്സ് പഠിപ്പിച്ചുതരാം. പക്ഷെ ഇന്ന് പോസിറ്റീവ് പാരഡൈം നമ്മൾ പഠിച്ചിട്ടില്ല. പോസിറ്റിവിസ്റ്റിനെ പറ്റി അത് നെക്സ്റ്റ് ടോപ്പിക് ആണ്. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് എപ്പോഴും പോസിറ്റിവിസ്റ്റ് പാരഡൈം ആയിട്ട് അസോസിയേറ്റഡ് ആണ്. കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, പോസിറ്റിവിസ്റ്റ് ആണ്, അതുപോലെ എന്ത് മെത്തേഡ്സ് ആണ് ഇതായിട്ട് റിലേറ്റഡ്. കുറെ ക്വസ്റ്റ്യൻസ് ഇതേ പാറ്റേണിൽ പിന്നെ വന്നിട്ടുണ്ട്. പിള്ളേർ തെറ്റിക്കുന്നോണ്ടായിരിക്കാം ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ്, പോസിറ്റിവിസ്റ്റ് അത് ആലോചിക്കാം. ക്വാളിറ്റേറ്റീവ് എന്നാകുമ്പോ ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ എക്സ്പീരിയൻസസ്, പെർസ്പെക്റ്റീവ്സ്, നോൺ ന്യൂമറിക്കൽ ഡാറ്റ ആണ്. ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ട് ഇന്റർപ്രറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് the research is linked to interpretivist or post-positivist paradigms. പോസ്റ്റ്-പോസിറ്റിവിസ്റ്റിനെ പറ്റി നമ്മളിപ്പോ അടുത്ത് ഡിസ്കസ് ചെയ്യും. ഇന്റർപ്രറ്റീവിസ്റ്റ് എന്നുള്ള വാക്കും കൂടെ ആലോചിക്കുക. ഡയറക്റ്റ് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് കാണാം. നമ്മൾ PY ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ വാക്ക് കാണാം, ഇന്റർപ്രറ്റീവിസ്റ്റ് എന്നുള്ള വാക്ക്. പോസ്റ്റ്-പോസിറ്റിവിസ്റ്റ് എന്ന വാക്കായിട്ട് വന്നില്ലെങ്കിൽ ഇന്റർപ്രറ്റീവിസ്റ്റ് ആയിട്ട് വാക്കുമായിട്ടും വരാം. അപ്പൊ ഈ രണ്ട് വാക്കുകൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ക്വാണ്ടിറ്റേറ്റീവിനും ക്വാളിറ്റേറ്റീവിനും ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നോൺ ന്യൂമറിക്കൽ ഏതാണ്, ന്യൂമറിക്കൽ ഏതാണെന്ന് ചോദിക്കുന്ന കാലം കഴിഞ്ഞു. ഇപ്പൊ എല്ലാം എങ്ങനെ റിലേറ്റ് ചെയ്ത് എല്ലാ ടോപ്പിക്കും ഇന്റർ കണക്റ്റഡ് എങ്ങനെ പഠിപ്പിക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എക്സ്പെരിമെന്റലില് ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഉണ്ടാവും. ആ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. കൺട്രോൾഡ് കണ്ടീഷൻസിൽ കോസ് ആൻഡ് എഫക്റ്റ് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ് ഉണ്ട്. നമ്മൾ കോറിലേഷനെ പറ്റി നേരത്തെ സംസാരിച്ചു. 2 or more വേരിയബിൾസ് തമ്മിലുള്ള ഒരു മാനിപ്പുലേഷനും ഇല്ലാത്ത റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. മിക്സ്ഡ് മെത്തേഡ്സ്, രണ്ട് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും കൂടെ ഒരുമിച്ച് വരുന്നതാണ് മിക്സ് മെത്തേഡ്. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് പ്ലാൻ ഉണ്ടാവും. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, ഓപ്പൺ എൻഡഡ് ആയിരിക്കും, എക്സ്പ്ലോറേറ്ററി ആയിരിക്കും. ക്വാളിറ്റേറ്റീവ് ആണ്. ഇത് ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഡേ മെത്തേഡ്സിൽ കുറേ കൂടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ന് നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് നെറ്റ് എന്നുള്ള ബേസിസിൽ വെരി ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് 10 years തന്നെ കുറെ ക്വസ്റ്റ്യൻ എവറി സൈക്കിളിൽ ഒരു ജനറൽ പേപ്പറിലെങ്കിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, ആക്ഷൻ റിസർച്ച് എന്നുള്ളത്. സോ ഇത് നിങ്ങൾ വേണമെങ്കിൽ 2 അണ്ടർലൈൻ ചെയ്തോ. അപ്പോൾ എസ്പെഷ്യലി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷനിൽ പ്രാക്ടീഷണേഴ്സ്, ടീച്ചേഴ്സ്, ഇപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീഷണേഴ്സ്, ടീച്ചേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ്, സ്കൂൾസ്, കോളേജസ്, അങ്ങനത്തെ എന്ത് വാക്കും കണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി അതിന്റെ അടിയിൽ റിസർച്ച് റിലേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ടൈപ്പ് റിലേറ്റഡ് ആണെങ്കിൽ അതിന്റെ അടിയിൽ ആക്ഷൻ റിസർച്ചിനുള്ള മിക്കവാറും അത് ആൻസർ അതായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ആണ്, 100% അല്ല. അഗെയിൻ കോമൺ സെൻസ് എവിടെയാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം. സോ ടു ഇംപ്രൂവ് പ്രാക്ടീസസ് ആൻഡ് സോൾവ് ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് ഒരു പാർട്ടിസിപ്പേറ്ററി പ്രോസസ്സാണ് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ നടക്കും. അപ്പോൾ റിഫ്ലക്റ്റീവ് ആയിട്ട് ഭയങ്കര പാർട്ടിസിപ്പേഷൻ എല്ലാം ഉണ്ടായിട്ടാണ്. യൂഷ്വലി യൂസ് ബൈ ടീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്. സോഷ്യൽ വർക്കർ ആണ്, ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ആക്ഷൻ റിസർച്ച്. അപ്പോൾ
ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 100% ഓർത്തിരിക്കേണ്ട സാധനം PAOR, അല്ലെങ്കിൽ ഞാനിപ്പോ പവർ എന്നാ പറയുന്നത്, PAOR സൈക്കിൾ അല്ലെങ്കിൽ പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്. ഞാൻ അതേ ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. ഒരേ ക്വസ്റ്റ്യൻ, അത് പേര് പോലും മാറ്റിയിട്ടില്ല, ഓർഡർ പോലും മാറ്റാതെ. അപ്പൊ ഇവര് മോസ്റ്റ്ലി വരാൻ പോകുന്നത് എന്ത് ഓർഡറിലാണ്? ആക്ഷൻ, റിസൾട്ട്, സൈക്കിൾ എന്ന് പറഞ്ഞ് ചോദിക്കും. അല്ലെങ്കിൽ ആക്ഷൻ സൈക്കിൾ എന്ത് രീതിയിലാണ് വരാം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ റിസർച്ച് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാണ് മോസ്റ്റ്ലി വന്നിട്ടുള്ളത്. അപ്പൊ പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട് അവർ ഇങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചാണ് തരാൻ പോകുന്നത്. എന്താണ് പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ആക്ട് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്ട്രാറ്റജി ആണെങ്കിലും, ഒബ്സർവ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ട് ചെയ്യുക, അങ്ങനെ റിഫ്ലക്ട് എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്സ് ആലോചിക്കുക. ഇത് തന്നെയാണ് പവർ സൈക്കിൾ. ഇപ്പൊ പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട് ഇത് ഓർക്കുക. PAOR എന്ന് മാത്രം ഓർക്കാതെ എന്താണ് PAOR എന്നും കൂടെ ഓർക്കുക. കാരണം ചിലപ്പോൾ അവര് PAOR കറക്റ്റ് ആയി തരും, പക്ഷെ റിഫ്ലക്റ്റിന് പകരം റിവൈസ് എന്ന് പറയും, എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ അത് മാറിപ്പോവും. അപ്പൊ പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇതാണ് സംഭവം. ഒരു ക്വസ്റ്റ്യൻ വന്ന് അത് നമ്മൾ പ്ലാൻ ചെയ്തു, ആക്ട് ചെയ്തു, ഒബ്സർവ് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു, പിന്നെ അപ്പോഴേക്കും അടുത്ത ക്വസ്റ്റ്യൻ വന്നപ്പോഴേക്കും അതേപോലെ തന്നെ പ്ലാൻ ചെയ്ത് ആക്ട്. അപ്പൊ ഇതൊരു സൈക്കിളാണ്. അതുകൊണ്ടാണ് ആക്ഷൻ റിസർച്ച് ഒരു സൈക്കിൾ ആകുന്നത്. ആ PAOR സൈക്കിൾ ഓർക്കുക, കുറെ ക്വസ്റ്റ്യൻസിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇതാണ് സിനാരിയോ. ടീച്ചർ നോട്ടീസസ്, ഇതൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, എങ്ങനെ സൈക്കിൾ മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. ടീച്ചർ നോട്ടീസസ് ദ സ്റ്റുഡൻസ് ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ്. പ്ലാൻ ചെയ്ത് അപ്പൊ എങ്ങനെയാണ് ലോ എൻഗേജ്മെന്റ് ആണ് പ്രോബ്ലം, അത് ചെയ്തു, റിവ്യൂ ചെയ്തു, ലിറ്ററേച്ചർ, റൊട്ടേറ്റിംഗ് ഗ്രൂപ്പ് റോൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ലീഡർ, റെക്കോർഡർ, സ്പീക്കർ. ഇവർ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംപ്ലിമെന്റ് ചെയ്യാണ് സ്ട്രാറ്റജി. ടീച്ചർ അത് കഴിഞ്ഞിട്ട് ഡാറ്റ ഒബ്സർവ് ചെയ്യുന്നു, നോട്ട്സ് എടുക്കുന്നു, പാർട്ടിസിപ്പേഷൻ റേറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു. അവസാനം നോക്കുന്നു സ്റ്റുഡന്റ് ഫീഡ്ബാക്കും കിട്ടിയ ഡാറ്റ ഒക്കെ വെച്ച് നോക്കിയിട്ട് പിന്നെ മനസ്സിലാക്കുന്നു എന്താ റോൾസ് അസൈൻ ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് അക്കൗണ്ടബിലിറ്റി കൂടും, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂടുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ റോൾ അസൈൻമെന്റ്സ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. ഇതാണ് ആക്ഷൻ റിസർച്ച്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇതില് ആക്ഷൻ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് എന്തുകൊണ്ടാണ് തന്നേക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഈ വാക്കുകളായിരിക്കും വരുന്നത്. ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞ വരില്ലായിരിക്കും. പാർട്ടിസിപ്പേറ്ററി ആൻഡ് പ്രാക്ടീഷണർ ഫോക്കസ്ഡ്, കോണ്ടെക്സ്റ്റ് സ്പെസിഫിക്, ഇറ്ററേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ. കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പ്രോബ്ലത്തിന് വേണ്ടി, സ്പെസിഫിക് സെറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇതിപ്പോ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആവണം എന്നില്ല. എല്ലാ ടൈപ്പ് സ്കൂൾ പിള്ളേരുടെ അടുത്തും ഒരേ സാധനം പറ്റില്ലല്ലോ, ടീച്ചേഴ്സ് മാറ്റി മാറ്റി പിടിക്കട്ടെ. പിന്നെ ഇറ്ററേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ. ഇറ്ററേറ്റീവ് എന്താണെന്ന് അറിയാലോ, സൈക്ലിക്കൽ ആണ്. ഫ്ലെക്സിബിൾ ഇൻ അപ്രോച്ച് ആണ്. പവർ സൈക്കിൾ ഒരു സൈക്കിൾ ആയതുകൊണ്ട് ഇറ്ററേറ്റീവ് ആണ്, ഫ്ലെക്സിബിൾ ആണ് അപ്രോച്ചില്. പിന്നെ റിഫ്ലക്റ്റീവ് ആണ്. ഒരു സംഭവം കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ സംഭവിച്ചു, ഇനി എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ റിഫ്ലക്ട് ചെയ്യും, അതും അനലൈസ് ചെയ്യും. പിന്നെ ഇംപ്രൂവ്മെന്റ് ഓറിയന്റഡ്, എപ്പോഴും ഫീഡ്ബാക്ക് എടുക്കുന്ന ഒരു സാധനമാണ്. പിന്നെ പ്രൊമോട്ട്സ് എംപവർമെന്റ് ആൻഡ് ഓണർഷിപ്പ്. സ്കോപ്പ് ഇൻ എഡ്യൂക്കേഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇംപ്രൂവിങ് ക്ലാസ് റൂം പ്രാക്ടീസ്, ഇത് ഇങ്ങനെ തന്നെ ചോദിക്കില്ല, പക്ഷെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് അത് ചോദിക്കും. ഇപ്പൊ a headmistress is planning to address the discipline issues or engagement issues or behavioral changes in the students and needs policies to, or needs new ideas to increase, bring about better attitudes. So what kind of research can be done, or what kind of actions can be taken, or which method of research is used to take such actions എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ ആവുന്നത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ എഡ്യൂക്കേഷനിൽ എന്തിനൊക്കെ ആക്ഷൻ റിസർച്ച് ഉപയോഗിക്കുക എന്നുള്ള കാര്യം അതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും നിങ്ങൾ വായിച്ചു പോവുക. മോസ്റ്റ്ലി സിറ്റുവേഷൻ ബേസ്ഡ് ആണ് വരാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലാണ് ഇത് വരാം. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ആക്ച്വലി ജസ്റ്റ് വായിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. 1 സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, ഒരു
ഓക്കെ, ഹായ് എവ്രിവൺ. ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. നമ്മൾ പെയ്ഡ് വേർഷൻ വാങ്ങിച്ചതാണ്, പക്ഷെ 7 മിനിറ്റ് 45 സെക്കൻഡ്സിൽ ക്ലാസ് തീരും എന്നാണ് പറയുന്നത്. പോർഷൻ ഇനിയുണ്ട് അധികം കംപ്ലീറ്റ് ചെയ്യാൻ. ഞാൻ 9:30 വരെ നമുക്ക് ടൈം കിട്ടും എന്നാണ് വിചാരിച്ചത്. സാരമില്ല, നാളെ ഞാൻ ബാക്കി കവർ ചെയ്യാം. നിങ്ങൾ കുറച്ചും കൂടെ ടൈം കരുതാം എനിക്ക് വേണ്ടി. നാളെ 8 to 9:30 പകരം 10 വരെ ഒക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ. അതുപോലെ ചാറ്റിൽ ക്വസ്റ്റിനും കണ്ടു, ഞാൻ അത് ആൻസർ ചെയ്യാം. ഇതൊന്ന് ഞാൻ പറ്റാവുന്നതൊന്ന് ഓടിച്ചു പോട്ടെ. PYQs അങ്ങനെ കുറച്ച് ഡിസ്കസ് ചെയ്യണം എന്ന് എനിക്കുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരു ബേസ് തരാണ്ട് എങ്ങനെയാന്ന് വെച്ചിട്ടാണ്. അപ്പൊ നാളെ ഒറ്റൊരു ടോപ്പിക് ഉള്ളൂ, മെത്തേഡ്സ്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഇത് ബാക്കി കവർ ചെയ്ത് തരാം. ഓക്കെ. ക്ലിനിക്കൽ റിസർച്ച്, സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ് ടു അണ്ടർസ്റ്റാൻഡ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓഫ് ബിഹേവിയർ, ഫോക്കസസ് ഓൺ ഹെൽത്ത്, മെഡിസിൻ ആൻഡ് സൈക്കോളജി. അപ്പൊ ഇത് മോസ്റ്റ്ലി ഡൺ എക്സ്പെരിമെന്റൽ ആയിട്ടാണ് ക്ലിനിക്കൽ റിസർച്ച് ചെയ്യുന്നത്. മോസ്റ്റ്ലി സയൻസ് ഫീൽഡ്സിൽ സൈക്കോളജി ഫീൽഡ്സിലൊക്കെ കണ്ടുവരുന്നതാണ്. ഫിനമോളജിക്കൽ റിസർച്ച്, ലിവ്ഡ് എക്സ്പീരിയൻസസ്, ആൾക്കാരുടെ പാർട്ടിസിപ്പൻസിന്റെ പെർസ്പെക്റ്റീവ്സ്, റിഫ്ലക്ഷൻ, അതൊക്കെ ബേസ് ചെയ്ത് ഫിനമോളജിക്കൽ. എത്നോഗ്രഫിക് ആകുമ്പോൾ ഒരു ഇമ്മർസീവ് സ്റ്റഡിയാണ്. കൾച്ചേഴ്സ്, കമ്മ്യൂണിറ്റീസിലൊക്കെ പോയിട്ട് നാച്ചുറൽ സ്റ്റാറ്റിക്സിൽ ലോങ് ടേം ഒബ്സർവേഷൻ ചെയ്ത് ചെയ്യുന്നതാണ്. ഞാൻ ഒളിച്ചു പോകുന്നത് ടൈമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഞാൻ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ മെത്തേഡ്സിൽ കുറേയും കൂടെ ഡെപ്തിൽ കവർ ചെയ്യുന്നതാണ്. എത്നോഗ്രഫിയിൽ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ വാക്കുകളാണ്. ഫീൽഡ് വർക്ക്, ഇമേർഷൻ, നാച്ചുറൽ സെറ്റിംഗ്, ഇങ്ങനത്തെ വാക്കുകളൊക്കെ ചോദിച്ചിട്ടാണ് പൊതുവെ. എത്നോഗ്രഫി എന്ന് എക്സ്പ്ലിസിറ്റ് ആയി പറഞ്ഞ് വരാറില്ല. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നാരറ്റീവ് റിസർച്ച്, അതായത് പേഴ്സണൽ സ്റ്റോറീസ്, ലൈഫ് ഹിസ്റ്ററീസ് ഒക്കെ അതിന്റെ അവരുടെ എക്സ്പീരിയൻസിനെ എങ്ങനെ നമുക്കത് നാരറ്റീവ് ആക്കാം, അല്ലെങ്കിൽ അതിനെ ഹൗ ടു മേക്ക് സെൻസ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇൻഡെപ്ത് ഇന്റർവ്യൂസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യാണ്. അതായത് ഒരു സിസ്റ്റമാറ്റിക്കലി കളക്ടഡ് അനലൈസ് ഡേറ്റനെ ബേസ് ചെയ്തിട്ടാണ് ഒരു തിയറി ഉണ്ടാക്കുന്നത്. അപ്പൊ തിയറി ബിൽഡിംഗ്, കോഡിംഗ്, എമർജിങ് കോൺസെപ്റ്റ്സ്, അങ്ങനത്തെ ഒക്കെ വാക്കുകൾ ശ്രദ്ധിക്കുക ഗ്രൗണ്ടഡ് തിയറി. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ്, പക്ഷെ ഒറ്റൊരു കേസ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു ബൗണ്ടഡ് സിസ്റ്റം ആണ്. മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സ് ഉപയോഗിക്കാം, പക്ഷെ ചിലപ്പോൾ ഒറ്റ കേസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ 2-3 കേസസ് ആയിരിക്കും, പക്ഷെ ഒറ്റൊരു ഒബ്ജക്റ്റീവ് ആയിരിക്കും അതിന്റെ പുറകില്. ഒരു ഗ്രൂപ്പിനെ പറ്റിയാവാം, ചിലപ്പോൾ ക്യാൻസർ പേഷ്യൻസിനെ പറ്റിയാവാം, അപ്പൊ അവരുടെ ലിവ്ഡ് എക്സ്പീരിയൻസിനെ പറ്റിയാവാം ഒരു കേസ് സ്റ്റഡി. അല്ലെങ്കിൽ കുറെ കേസ് സ്റ്റഡീസ് ഒരുമിച്ച് ഒരു കേസായിട്ട്, ഗ്രൂപ്പിന്റെ കേസായിട്ടൊക്കെ കൊണ്ടുവരാം. ഓക്കെ. പോസിറ്റിവിസ്റ്റിക്കും പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക്കും നമുക്കത് നാളെ കവർ ചെയ്യാം. നമുക്ക് ടൈം ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്. എനിക്ക് വെറുതെ റഷ് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇന്നത്തേക്ക് വേണ്ടി, റെഫറൻസിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ നോട്ട്സും ബാക്കി നോട്ട്സും എൻ്റെ കുറെ PYQs പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നിങ്ങളെ പഠിപ്പിച്ച പോർഷൻസ് നിങ്ങൾ അതിൽ പറ്റിയ ക്വസ്റ്റ്യൻസ് യുനോ ചെയ്ത് വെക്കുക. ഓൾറെഡി പോസിറ്റിവിസ്റ്റിക്കും പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിടാം. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ ഇത് ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആൻസർ കിട്ടുന്നു പക്ഷെ അതല്ല ആൻസർ കീയിലുള്ളത്. അഗൈൻ ആൻസർ കീയിൽ ചിലപ്പോൾ തെറ്റുണ്ടാവാം. അപ്പൊ നമുക്കതിപ്പം അടുത്ത ദിവസം ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റും ചെയ്യാം. ഇതുപോലത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ആക്റ്റീവ് ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും, എത്ര പൊട്ട ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിയാലും നമുക്ക് നോക്കാം. ഓക്കെ. നമ്മുടെ എല്ലാവരെയും ഗോള് നെറ്റും JRF ആണ്. ഫസ്റ്റ് ടൈം ആയിക്കോട്ടെ, ഓൾറെഡി കുറെ തവണ എഴുതിക്കൊണ്ടായിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും ഗോള് നെറ്റും JRF ആണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നോക്കാം. എനിക്കും എല്ലാം ഒന്നും അറിയില്ല, സോ ഐ വിൽ യൂസ് മൈ ടൈം നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് അത് പറഞ്ഞു തരാൻ. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. MCQs ആസ്കിങ് വിച്ച് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിസർച്ച്. അപ്പൊ ട്രിക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, അതായത് ഡിസ്ട്രാക്ടേഴ്സ് ഉണ്ടാവും. സൂപ്പർസ്റ്റിഷൻ, ഇൻറ്റുവേഷൻ, ഗസ് വർക്ക് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും. ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞ സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ്, എംപെരിക്കൽ, ആ ക്യാരക്ടറിസ്റ്റിക്സിന്റെ പേര് അറിഞ്ഞാൽ തന്നെ കുറെയൊക്കെ നമുക്ക് ഇതുപോലെ ഇത് ചെയ്യാം. വാലിഡിറ്റി ടൈപ്പ്, ഇന്റേണൽ, എക്സ്റ്റേണൽ, ഫേസ് ആൻഡ് കൺസ്ട്രക്ട്, ഈ 4 ഓഫൺ അപ്പിയർ ചെയ്യും മാച്ച് ദ ഫോളോയിങ് അസേർഷൻ റീസണിങ്ങിലൊക്കെ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പ്ലോറേറ്ററി, അപ്ലൈഡ്, ഇതെല്ലാം ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ മാച്ചിങ് കോളംസ്, സിനാരിയോ ബേസ്ഡ് MCQs, ഇതാണ് ഞാനിപ്പോ പറഞ്ഞ ഇപ്പൊ കുറെ വരുന്നുണ്ട്. സിനാരിയോ ബേസ്ഡ് MCQs ഭയങ്കര ചോദിക്കുന്നുണ്ട്. ഈ ബൈ പർപ്പസ് നമ്മള് റിസർച്ച് ടൈപ്സ് ബൈ പർപ്പസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പ്ലോറേറ്ററി, അപ്ലൈഡ്, പ്യുവർ റിസർച്ച് അതൊക്കെ വരും.
അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നോളജ്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് എക്സ്പ്ലനേറ്ററി വേഴ്സസ് എക്സ്പ്ലോറേറ്ററി, ഇതെപ്പോഴും ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂസ് ആക്കുന്നതാണ്. അപ്പൊ അതിന്റെ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് ആണെങ്കിലും ഒന്ന് നോക്കി പോവാം. അപ്ലൈഡ് വേഴ്സസ് ഫണ്ടമെന്റൽ. അപ്ലൈഡ് പ്രാക്ടിക്കൽ ആണ്, ഫണ്ടമെന്റൽ തിയററ്റിക്കൽ ആണ്. ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക. പിന്നെ ആക്ഷൻ റിസർച്ച്, എഡ്യൂക്കേഷൻ ബേസ്ഡ് MCQs മിക്കത് വരുന്നതും ആക്ഷൻ റിസർച്ചിന്റെ ആണ്. അഗൈൻ ഞാൻ പറഞ്ഞല്ലോ, ആലോചിക്കുക, വായിക്കുക, എല്ലാം ചെയ്യുക. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം എഡ്യൂക്കേഷൻ ബേസ്ഡ് എന്ത് വന്നാലും അത് മോസ്റ്റ്ലി ആക്ഷൻ റിസർച്ച് ആണ്. ചിലപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. പിന്നെ പവർ സൈക്കിൾ, ഇപ്പൊ പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട്, ഇതിന്റെ സീക്വൻസ് ബേസ്ഡ് ആണ്. എന്ത് സീക്വൻസിലാണ് പവർ സൈക്കിൾ ഉള്ളത് എന്നുള്ളത്. പവർ സൈക്കിൾ, പാറോ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് തെറ്റിക്കരുത്. പവർ എന്നാണ്, നിങ്ങൾക്ക് എന്താണ് ആ വാക്ക് കറക്റ്റ് വരുന്നത് അത് ചെയ്യുക. പിന്നെ കീ ഫീച്ചേഴ്സ്, പ്രാക്ടീഷണർ ലെഡ് ആണ്, സൈക്ലിക്കൽ ആണ്, പാർട്ടിസിപ്പേറ്ററി ആണ്. ഇത് ആക്ഷൻ റിസർച്ചിന്റെ കീ ഫീച്ചേഴ്സ്. പിന്നെ കോറിലേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ, ക്ലാസിക് ആയിട്ട് നെറ്റിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്, എപ്പോഴും ആൾക്കാർ തെറ്റിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷന്റെ കാര്യവും ആലോചിക്കുക. പിന്നെ ക്രോസ് സെക്ഷണൽ വേഴ്സസ് ലോഞ്ചിറ്റ്യൂഡിനൽ. അപ്പോൾ കമ്പാരിസൺ ബേസ്ഡ് MCQസിൽ ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഓവർ ടൈം, ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ 1 ടൈം. അപ്പൊ ഏതാണ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈച്ച് റിസർച്ച് ടൈപ്പ് വിത്ത് ഇറ്റ്സ് ലൈക്ലി മെത്തേഡ് ആൻഡ് പാരഗ്രാഫ്. ഇതാണ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് 2 സെഷൻസും ഭയങ്കര ലിങ്ക്ഡ് ആണ്. അപ്പൊ നാളെ ടോപ്പിക് കവർ ചെയ്താലും വലിയ ഇഷ്യൂ ഉണ്ടാവില്ല, ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് കവർ ചെയ്തോളാം. അപ്പോൾ എല്ലാ റിസർച്ച് ടൈപ്പും അതിന്റെ ലൈക്ലി, മെത്തേഡ് ആൻഡ് പാരടൈം തമ്മിൽ മാച്ച് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസം അത് നമുക്ക് നാളെ കവർ ചെയ്യാം, അതിന്റെ ടിപ്സും. ഇപ്പൊ 1 മിനിറ്റ് ഉള്ളൂ. ഇന്ന് PYQs ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അധികം, അത് നമുക്ക് നാളെ കവർ ചെയ്തെടുക്കാം. ഡോണ്ട് വറി. ഇന്നിപ്പോ പഠിപ്പിച്ചത് നിങ്ങൾ ഇന്നത്തെ ഞാൻ പറ്റാവുന്ന അത്രയും ഷെയർ ചെയ്യാം. നിങ്ങളുടെ നോട്ട്സും നിങ്ങളുടെ PYQസും എൻ്റെ PYQസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എന്തായാലും ഫുള്ളി വർക്ക് ചെയ്യാം. ഇന്ന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, നാളെ നമ്മളെല്ലാം സോൾവ് ചെയ്യും. പെയ്ഡ് വെർഷൻ ഉണ്ട്, അപ്പോൾ നമുക്കൊരു ഇന്ററപ്ഷൻ ഇല്ലാണ്ട് സ്റ്റഡി ചെയ്യാം. ഇപ്പൊ എന്തായാലും എവ്രി വൺ ഹാവ് എ ഗുഡ് നൈറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കുട്ടിയുടെ ഡൗട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നാളെ ക്ലിയർ ചെയ്ത് തരാം. ഇന്നിപ്പോ ഫുള്ളായി ഡിസ്കസ് ചെയ്യാണ്ടായാലും ഞാൻ ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്താൽ മതിയെങ്കിൽ ലക്ഷ്മി ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഇടാൻ പറ്റുമെങ്കിൽ അതിനെ റിപ്ലൈ വോയിസ് നോട്ടായിട്ട് അയക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ആയാലും എന്തെങ്കിലും ഞാൻ ക്ലാരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ വോയിസ് നോട്ടായിട്ടോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി ഇട്ടാൽ മതി. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഇന്ന് വന്നതിനും അറ്റൻഡ് ചെയ്തതിനും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രൂപ്പിൽ